ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബിരിഞ്ചാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിഞ്ച് മഞ്ഞച്ചോറ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ്ലി നമുക്ക് പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചിട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ജീരകം എന്നിവയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കണം കേട്ടോ. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകാൻ പറ്റൂല കേട്ടോ, വേഗം തന്നെ കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഏതായാലും മതി. കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന മാതിരി തന്നെ 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു റൈസിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലോണം കഴിക്കാനായിട്ട് പറ്റും, വയറ് നിറച്ച് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ബീഫ് കറിയൊക്കെ നന്നായിട്ട് ചേരും. പിന്നെ അതിലും ചേരുന്നത് കോമ്പിനേഷൻ വരിക പള്ളിക്കറി എന്ന് പറയും. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പള്ളിക്കറി എന്ന് പറയുമ്പോൾ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് ആവശ്യത്തിന് മറന്നു പോകാണ്ട് തന്നെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വെള്ളമാണ്. അപ്പോൾ നേരത്തെ റൈസ് എടുത്തിട്ടുള്ള അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടാവും ചെയ്യും. പിന്നെ നമ്മൾ കറിവേപ്പിലയും അതേപോലെ കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.